100 ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരണം 29ആയി. 66 പേർ ചികിത്സയിൽ. നിരവധി പേരുടെ നില ഗുരുതരം. മദ്യത്തിൽ മെഥനോളിന്റെ അംശം കണ്ടെത്തി. CBCID അന്വേഷണം തുടങ്ങി. മദ്യദുരന്തത്തിൽ റിപ്പോർട്ട് തേടാൻ കേന്ദ്ര സർക്കാർ. വിവരശേഖരണം തുടങ്ങി ഗവർണർ. ഇന്ന് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. UGC നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം വ്യാപിപ്പിച്ച് CBI. എല്ലാ സംസ്ഥാനങ്ങളിലും പരിശോധന നടത്തും. അന്വേഷണം CBI ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ. പരീക്ഷ റദ്ദാക്കിയത് സുതാര്യത കാത്തുസൂക്ഷിക്കാനാണെന്ന് UGC. നീറ്റ് പരീക്ഷയിൽ ബീഹാറിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ബീഹാർ പോലീസിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തോട് വിശദമായ റിപ്പോർട്ട് തേടിയത്. 13 പേരെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. നീറ്റ് പരീക്ഷാഫലത്തിൽ ക്രമക്കേട് ആരോപിച്ച് KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും. പ്രതിഷേധം ഉച്ചയ്ക്ക് 2:30 രാജ്ഭവന് മുന്നിൽ. NTA ഡയറക്ടർ ജനറലിനെ പുറത്താക്കുക, സുതാര്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ. 3 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. മൃതദേഹം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പാലക്കാട് നെന്മാറയിൽ പ്രായമായ സ്ത്രീകളുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് മന്ത്രവാദി ചമഞ്ഞ് തട്ടിപ്പ് വ്യാപകം. രോഗശമനത്തിന് സ്വർണ്ണാഭരണം നാരങ്ങയിൽ വെച്ച് പൂജ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് തട്ടിപ്പ്. നെന്മാറ സ്വദേശിനിയായ 50-കാരിയുടെ 3/4 പവന്റെ സ്വർണം കവർന്നു. സംഘത്തിൽ സ്ത്രീകളടക്കം നിരവധി പേരെന്ന് സൂചന. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞുണ്ടായ തുടർച്ചയായ അപകടങ്ങളിൽ പ്രതിഷേധിച്ച് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും. രാവിലെ 10:30 നിയമസഭയിലേക്ക് മാർച്ച്. സംസ്ഥാന രൂപതാ നേതാക്കളും വിവിധ സംഘടനകളുടെ ഭാരവാഹികളും മാർച്ചിൽ പങ്കെടുക്കും. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ KSU. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും. പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് 3ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാത്ത സാഹചര്യത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് അലേർട്ട്. ഉഷ്ണതരംഗത്തെ തുടർന്ന് ഡൽഹിയിൽ മരണം 50 കടന്നു. പ്രത്യേക സഹായം വേണമെന്ന് ഡൽഹി സർക്കാർ കേന്ദ്രത്തിനോട് അഭ്യർത്ഥിച്ചു. ഡൽഹിക്ക് കൂടുതൽ വെള്ളം നൽകാൻ കഴിയില്ല എന്ന നിലപാട് ആവർത്തിച്ച് ഹരിയാന സർക്കാർ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു. പ്രാരംഭ ചർച്ചകൾക്കായി ഇന്ത്യൻ എംബസി വഴി പണം നൽകാൻ അനുമതി. 34 ലക്ഷം രൂപ സമാഹരിക്കാൻ ആക്ഷൻ കൗൺസിൽ പണപ്പിരിവ് തുടങ്ങി. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലെ പ്രധാന കുടിവെള്ള വിതരണ സ്രോതസ്സുകളിൽ നിന്ന് വീണ്ടും സാമ്പിളുകൾ ശേഖരിച്ചു. ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റുകളിൽ സർവേ നടത്തി. ഫ്ളാറ്റിലെ കിണറുകളിൽ ക്ലോറിനേഷൻ തുടങ്ങി. ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി 28 പേർ ചികിത്സയിൽ. തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ബിനോയ് പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ ഗൂഢാലോചന നടത്തിയതായി സൂചന. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി വിവരം. ബിനോയ്ക്കായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗതാഗത നിയമലംഘനങ്ങൾ തടയാൻ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. മൂന്നാർ ഗ്യാപ് റോഡിൽ എൻഫോഴ്സ്മെന്റ് RTOയുടെ സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന. നിയമലംഘനം കണ്ടെത്തിയാൽ പിഴ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. മലപ്പുറം പുളിക്കൽ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ദളിത് വിദ്യാർത്ഥിയെ അപമാനിച്ചതായി പരാതി. ലാപ്ടോപ്പ് വാങ്ങാനെത്തിയ വിദ്യാർത്ഥിയോട് ദാനം നൽകുന്ന സാധനം വാങ്ങാൻ വന്നവൾ എന്ന് പറഞ്ഞ് അപമാനിച്ചതായി പരാതി. ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം SP പരാതി നൽകി വിദ്യാർത്ഥിനി. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. കോഴിക്കോട് മിഠായിത്തെരുവിൽ മോഷണക്കേസിൽ പോലീസ് പിടികൂടി വിട്ടയച്ച കുട്ടി വീണ്ടും മറ്റൊരു കേസിൽ പിടിയിൽ. മിഠായിത്തെരുവിലെ ഫുട്വെയർ ഷോപ്പിൽ നിന്ന് പണം മോഷ്ടിച്ച കുട്ടിയെ ഇന്നലെ കേസെടുക്കാതെ വിട്ടയച്ചിരുന്നു. പിന്നാലെ കുട്ടി കോഴിക്കോട് നഗരത്തിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവുനായ ആക്രമണം. ക്യാമ്പസിനുള്ളിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന 6 വിദ്യാർത്ഥികളെയാണ് തെരുവുനായ കടിച്ചത്. തുടർന്ന് ചത്ത നിലയിൽ കണ്ടെത്തിയ തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു.
MC റോഡിൽ പന്തളത്തിന് സമീപം മാന്തുകയിൽ വാഹനാപകടം. ചെങ്ങന്നൂർ ഭാഗത്തു നിന്നും വന്ന ട്രാവലറും എതിർദിശയിൽ വന്ന ലോറിയുമാണ് ഇടിച്ചത്. 2 പേർക്ക് ഗുരുതര പരുക്ക്. പാലക്കാട് ആര്യാബാവിൽ പോലീസ് ജീപ്പ് കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞു കയറിയത്. SI ശിവദാസനും CPO ഷമീറിനും പരുക്ക്. സംസ്ഥാനത്തെ 103ാമത് ബാച്ച് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ 6 മാസത്തെ ഇൻ സർവീസ് പരിശീലന പരിപാടിക്ക് തുടക്കം. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ 6 പരിശീലന കേന്ദ്രങ്ങളിലായി 214 ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്കാണ് ആദ്യഘട്ട പരിശീലനം. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഒരാഴ്ച നീളുന്ന ആഘോഷങ്ങൾ നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച തിരുവനന്തപുരം ഓപ്പൺ 24 കരാട്ടെ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വിജയികളായ കായിക താരങ്ങളെ അനുമോദിച്ചു. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഇന്ന് രാവിലെ 10-ന് വെസ്റ്റ് ഹിൽ ഫിഷറീസ് കോംപ്ലക്സിൽ നടക്കും. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ്, യൂണിയൻ ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ എന്നിവർ പങ്കെടുക്കും. കൊല്ലം കൊട്ടാരക്കര CPKP വായനശാല സന്ദർശിക്കാനെത്തി കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ഗവൺമെന്റ് UPS സ്കൂളിലെ വിദ്യാർത്ഥികൾ. 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് വായനശാലയിലെത്തിയത്. ലൈബ്രറിയൻ രശ്മി ടീച്ചർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സംഘടനാ ശിക്ഷാ സംസ്കൃതി ഉദ്യാൻ ന്യാസിന്റെ ദേശീയ സംയോജകനായി A വിനോദിനെ തിരഞ്ഞെടുത്തു. ജൂൺ 14 മുതൽ 17 വരെ റാഞ്ചിയിലെ സരള ബിർള യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന ദേശീയ വിദ്യാഭ്യാസ കാര്യശാലയിൽ വെച്ചാണ് മലയാളിയായ A വിനോദിനെ തിരഞ്ഞെടുത്തത്. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ചെയർപേഴ്സൺ ഡോക്ടർ പങ്കജ് മിത്തലാണ് ദേശീയ അധ്യക്ഷൻ. മഴയെ തുടർന്ന് തമിഴ്നാട്ടിലെ ഉൽപാദനം കുറഞ്ഞതോടെ കേരളത്തിലേക്കുള്ള പച്ചക്കറി വരവ് കുത്തനെ ഇടിഞ്ഞു. ഇതോടെ പച്ചക്കറി വില കുത്തനെ ഉയർന്നു. പടവലം, ബീൻസ്, വെണ്ടയ്ക്ക, തക്കാളി എന്നിവയുടെ വിലയാണ് വലിയ രീതിയിൽ കൂടിയത്. ഹൈടെക്കായി മുഖം മിനുക്കിയ അടൂർ ശ്രീമൂലം ചന്ത വീണ്ടും വൃത്തിഹീനം. മത്സ്യസ്റ്റാളും കടമുറികളും ഉൾപ്പെടെ 2 കോടി ചെലവഴിച്ച് നവീകരിച്ച ചന്തയാണ് വൃത്തികേടായി കിടക്കുന്നത്. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം. പത്തനംതിട്ട പെരുമ്പെട്ടിയിലെ ജലദൗർലഭ്യ മേഖലകളിൽ ജല അതോറിറ്റിയുടെ കുഴൽ തകർന്ന് ദിവസങ്ങളായി ശുദ്ധജലം പാഴാകുന്നു. ജലം ശക്തമായി ഒഴുകുന്നതിനാൽ ചെളിയും മണ്ണും അടിഞ്ഞുകൂടി പാതയോര യാത്ര ദുഷ്കരമായി. ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. മന്ദമരുതി, പേമരുതി, അത്തിക്കയം റോഡ് വികസനത്തിന് വേഗം കൈവന്നു. മലയോര പ്രദേശങ്ങളുടെ റോഡ് വികസനത്തിന് അനുവദിച്ചത് 13 കോടിയോളം രൂപ. ഒന്നൊഴികെയുള്ള കലുങ്കുകളുടെ നിർമ്മാണം പൂർത്തിയായി. അടിമാലി വാളറയ്ക്ക് സമീപം തമ്പടിച്ച് കാട്ടാനക്കൂട്ടം. കമ്പി ലൈൻ, തൊട്ടിയാർ മേഖലകളിൽ കൃഷി നശിപ്പിച്ചു. വനംവകുപ്പിന്റെ അനാസ്ഥയെന്ന് നാട്ടുകാർ. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പെരുമ്പാവൂർ ടൗൺ ബൈപ്പാസ് നിർമ്മാണം തുടങ്ങി. പദ്ധതിക്കായി ഏറ്റെടുത്ത ഭൂമി നിരപ്പാക്കി മണ്ണ് നിരത്തുന്ന ജോലികൾ ആരംഭിച്ചു. ശേഷം ലെവൽസ് എടുക്കുന്ന പ്രവൃത്തി പൂർത്തീകരിക്കും. എറണാകുളം MP ഹൈബീഡന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് LP സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം ഹൈബീഡൻ നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സുജിത് അധ്യക്ഷനായി. തൃശൂർ അന്നമനട മൂഴിക്കുളം റോഡിന്റെ നവീകരണം വൈകും. അങ്കമാലി, ആലുവ ഭാഗങ്ങളിലേക്ക് അന്നമനടയിൽ നിന്നുള്ള പ്രധാന റോഡാണിത്. ഇരുവശങ്ങളിൽ നിന്ന് ഒരേ സമയം എത്തുന്ന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥ. മാജിക് ഹോംസ് എന്ന പേരിൽ ഭിന്നശേഷി സൗഹൃദ ഭവന പദ്ധതി പ്രഖ്യാപിച്ച് ഡിഫറൻറ്റ് ആർട്സ് സെന്റർ. സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാത്ത 14 ഭിന്നശേഷി കുട്ടികൾക്ക് വീട് പദ്ധതിയിലൂടെ വീട് വെച്ച് നൽകി. സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും ഓരോ വീടുകളാണ് നിർമ്മിക്കുക. പാലക്കാട് IMA ജംഗ്ഷൻ സിവിൽ സ്റ്റേഷൻ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. പാതയ്ക്ക് കുറുകെയുള്ള കലുങ്ക് പൂർണ്ണമായും അടഞ്ഞതോടെയാണ് പുനർനിർമ്മാണത്തിനായി 1 മാസം മുമ്പ് റോഡ് അടച്ചത്. വശത്തെ നടപ്പാത അടക്കമുള്ള അനുബന്ധ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുണ്ട്. കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ പെരുവണ്ണാമൂഴിയിൽ ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവ റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രതാ നിർദ്ദേശം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്നും കൊതുക് ഉറവിട നശീകരണ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും അധികൃതർ. ഇനി നോക്കാം പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ കരാറടിസ്ഥാനത്തിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറെ നിയമിക്കാൻ 28-ന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ.
ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കുകളുടെ അന്തിമ പരിശോധന അടുത്ത മാസം 1-2 തീയതികളിൽ. രാവിലെ 10:30 തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിലാണ് പരിശോധന. സ്ഥാനാർത്ഥികളോ അംഗീകൃത ഏജന്റുമാരോ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണമെന്ന് നിർദ്ദേശം. തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റി വിഭാഗത്തിൽ ഓണറേറിയം അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. അടുത്ത മാസം 4 രാവിലെ 11 തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സിലേക്കുള്ള പ്രവേശന പരീക്ഷ ഇന്ന് രാവിലെ 9:30 സർവകലാശാലയുടെ മുഖ്യ കേന്ദ്രത്തിൽ നടക്കും. കൊഞ്ചിറവിള ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം വെള്ളിയാഴ്ച. എറണാകുളം ജില്ലയിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്. പെരുവ ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 29. വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക നിയമനം. അഭിമുഖം ഇന്ന് നടക്കും. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വിവിധ PhD പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന്. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ദേശീയ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മുകശ്മീരിൽ 1500 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. നാളെ ശ്രീനഗറിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിൽ പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ന് ശ്രീലങ്കയിൽ ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ചർച്ചയാകും. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കി. ചൊവ്വാഴ്ച 2 ഘട്ടങ്ങളിലായി നടത്തിയ പരീക്ഷയാണ് റദ്ദാക്കിയത്. ക്രമക്കേട് നടന്നുവെന്ന നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലിറ്റിക്സ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിൽ അന്വേഷണം CBIക്ക് വിട്ടു. പരീക്ഷയുടെ സുതാര്യത കാത്തുസൂക്ഷിക്കാനാണ് നടപടിയെന്ന് UGC. കർണാടകയിലെ രേണുകാസ്വാമി വധക്കേസിൽ പ്രതിയായ കന്നഡ നടൻ ദർശന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അന്വേഷണ സംഘം കൂടുതൽ കസ്റ്റഡി ആവശ്യപ്പെടാൻ സാധ്യത. കേസിൽ 19 പേരെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം പഠിക്കാൻ സമിതികൾ രൂപീകരിച്ച് കോൺഗ്രസ്. കർണാടക, തെലങ്കാന അടക്കം 8 സംസ്ഥാനങ്ങളിലെ പരാജയ കാരണം പഠിക്കാനാണ് സമിതി രൂപീകരിച്ചത്. കർണാടകയിലെ സമിതിയിൽ ഹൈബീഡൻ, ഗൗരവ് ഗൊഗോയ്, മധുസൂദൻ മിശ്രി എന്നിവർ അംഗങ്ങൾ. PJ കുര്യൻ തെലങ്കാന സമിതിയിലെ അംഗം. US കോൺഗ്രസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിനുള്ള പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു. ബംഗളൂരുവിൽ കുടിവെള്ള നിരക്ക് ഉയർത്തുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ബംഗളൂരു വാട്ടർ സപ്ലൈ സ്വീവേജ് ബോർഡ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഇത് മറികടക്കാനാണ് നിരക്ക് ഉയർത്തുന്നതെന്നും വിശദീകരണം. അസം കരിംഗഞ്ചിലെ വെള്ളപ്പൊക്കം 1.5 ലക്ഷം പേരെ ബാധിച്ചതായി റിപ്പോർട്ടുകൾ. 40 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വിവിധ ക്യാമ്പുകളിലായി താമസിക്കുന്നത് 12,000-ഓളം പേർ. ജമ്മുകശ്മീരിലെ കുപ്വാരയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം. 9 തടവുകാർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഒഡീഷയിൽ ഡിഫ്തീരിയ വ്യാപനമെന്ന് സംശയം. 5 പേർ മരിച്ചു. 18 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ. അമൃത്സറിൽ നിന്ന് ചൈനീസ് നിർമ്മിത ഡ്രോൺ പിടികൂടി. അതിർത്തി സുരക്ഷാ സേന നടത്തിയ പരിശോധനയിലാണ് ഡ്രോൺ പിടികൂടിയത്. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി. അയോധ്യയിലെ മഹർഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ലൈസൻസ് കാലാവധി നീട്ടി DGCA. 5 വർഷത്തേക്കാണ് കാലാവധി നീട്ടിയത്. 6 മാസത്തേക്കാണ് ആദ്യം ലൈസൻസ് അനുവദിച്ചിരുന്നത്. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 37,396ആയി. 85,523 പേർക്ക് പരിക്ക്. 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് 24 പേർ. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഷിപ്പിംഗ് വ്യവസായ ഗ്രൂപ്പുകൾ രംഗത്ത്. നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് ചെങ്കടലിൽ നടക്കുന്നതെന്ന് കമ്പനികളുടെ സംയുക്ത പ്രസ്താവന. നൈജീരിയയിൽ ആസ്മ രോഗികൾ ദുരിതത്തിൽ. രാജ്യത്ത് ഇൻഹേലറുകളുടെ വില ഇരട്ടിയായി. ബ്രിട്ടീഷ് കമ്പനിയായ ഗ്ലാക്സോസ്മിത്ക്ലൈൻ നൈജീരിയൻ വിപണിയിൽ നിന്ന് പിന്മാറിയതാണ് തിരിച്ചടിക്ക് കാരണം. ബംഗ്ലാദേശിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും. 15 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. 5 വർഷത്തെ സാമ്പത്തിക വ്യാപാര സഹകരണ കരാർ പുതുക്കി ചൈനയും മലേഷ്യയും. ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ് മലേഷ്യ സന്ദർശന വേളയിൽ കരാറിൽ ഒപ്പുവെച്ചു. കരാർ പുതുക്കിയത്
ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ തെക്കൻ ചൈനയിൽ പ്രളയക്കെടുതി രൂക്ഷം. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 മരണം, നിരവധി പേർക്ക് പരിക്ക്. കുവൈത്തിൽ താപനില വർദ്ധിക്കുന്നു. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ പവർ കട്ട് ഏർപ്പെടുത്തിയേക്കും. രാവിലെ 11 മുതൽ വൈകുന്നേരം 5 മണി വരെ വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ വൈദ്യുതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. നടപടി വൈദ്യുതി ഉപഭോഗം ഉയരുന്ന സാഹചര്യത്തിൽ. സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പള വിതരണം ഡിജിറ്റൽ വാലറ്റുകൾ വഴിയാക്കുന്നത് അടുത്ത മാസം മുതൽ നിർബന്ധമാക്കും. തൊഴിലാളികളുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. തൊഴിലാളികളുടെ ശമ്പളം അതാത് തൊഴിലുടമകൾ ഡിജിറ്റൽ വാലറ്റിലേക്ക് മാറ്റണം. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചു. തീർത്ഥാടകർ മിനായിൽ നിന്ന് മടങ്ങിത്തുടങ്ങി. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ മടക്കയാത്ര ശനിയാഴ്ച ആരംഭിക്കും. അടുത്ത ഹജ്ജ് സീസണിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് സൗദി. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ നഗരങ്ങളിൽ മുംബൈ 136-ാം സ്ഥാനത്ത്. 226 നഗരങ്ങളുടെ ആഗോള പട്ടികയിൽ ഡൽഹി 164-ാം സ്ഥാനത്ത്. ഹോങ്കോങ് ഒന്നാമതുള്ള പട്ടികയിൽ 15-ാം സ്ഥാനത്താണ് ദുബായ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കുടിയേറ്റക്കാരുടെ വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിയമപരിരക്ഷയില്ലാതെ രാജ്യത്ത് തുടരുന്ന 5 ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകും. അമേരിക്കൻ പൗരന്മാരെ വിവാഹം കഴിച്ച അനധികൃത കുടിയേറ്റക്കാരാണ് താമസ അനുമതിക്കും അമേരിക്കൻ പൗരത്വത്തിനും അപേക്ഷ നൽകുന്നത്. ഊർജ്ജ പരിവർത്തനത്തിനായി $100 ബില്യൺ നിക്ഷേപിക്കാനൊരുങ്ങിയ അദാനി ഗ്രൂപ്പ്. ഇലക്ട്രോലൈസറുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രധാന സൗകര്യങ്ങൾ കമ്പനി നിർമ്മിക്കും. സ്കൈ എയറുമായി സഹകരിച്ച് ഡ്രോൺ ഡെലിവറികൾ ആരംഭിച്ച് ബ്ലൂ ഡാർട്ട്. ലോജിസ്റ്റിക്സിലെ ഡെലിവറി കാര്യക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഡീകാർബണൈസേഷനായി $5 ബില്യൺ ചെലവഴിക്കാൻ പദ്ധതിയിട്ട് വേദാന്ത ലിമിറ്റഡ്. 2050ഓടെ കാർബൺ നെറ്റ് ന്യൂട്രൽ ആക്കുക ലക്ഷ്യം. നോക്കാമിനി കായിക വാർത്തകൾ. 2020 ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-ന് ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിലാണ് പോരാട്ടം. 2020 ലോകകപ്പിലെ സൂപ്പർ 8 മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. 18 റൺസിന് അമേരിക്കയെ തോൽപ്പിച്ചു. 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന അമേരിക്കൻ ഇന്നിംഗ്സ് 6-ന് 176-ൽ അവസാനിച്ചു. യൂറോ കപ്പിൽ ഇന്ന് സ്പെയിൻ ഇറ്റലി വമ്പൻ പോരാട്ടം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിലെ വിജയികൾ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും. അവസാന 16-ൽ സ്ഥാനമുറപ്പിക്കാൻ ഇംഗ്ലണ്ടും ഇന്നിറങ്ങും. കോപ്പ അമേരിക്ക ഫുട്ബോളിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കാനഡയെ നേരിടും. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. പ്രഭാസ് നായകനാകുന്ന തെലുങ്ക് ചിത്രം കൽക്കി 2898 AD-യിലെ ശോഭനയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് ശോഭന എത്തുന്നത്. പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ, കമൽഹാസൻ തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്. പ്രഭുദേവയും AR റഹ്മാനും നീണ്ട 25 വർഷത്തിനു ശേഷം ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പേര് പുറത്ത്. മൂൺ വാക്ക് എന്നാണ് ചിത്രത്തിന്റെ പേര്. പ്രഭുദേവ നായകനാകുന്ന ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് അജു വർഗീസും അർജുൻ അശോകനും അഭിനയിക്കുന്നുണ്ട്. ഐ ആം രേവതി എന്ന ഡോക്യുമെന്ററിയുടെ പോസ്റ്റർ പുറത്ത്. ട്രാൻസ്ജെൻഡർ എഴുത്തുകാരിയും അഭിനേതാവും ആക്ടിവിസ്റ്റുമായ എ രേവതിയുടെ ജീവിതമാണ് പ്രമേയം. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. ഫ്ലോറിഡയുടെ കിഴക്കൻ തീരത്ത് ഈ മാസം നടന്ന സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. സ്മിർന ബീച്ചിൽ നിന്നുള്ള ഏപ്രിലിലെ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ രോഗബാധിതയായ ലോട്ടറി വിൽപ്പനക്കാരിയിൽ നിന്നും ലോട്ടറി തട്ടിയെടുത്തതായി പരാതി. ചെറുവള്ളി സ്വദേശി കദളിക്കാട് വീട്ടിൽ രമണി കൃഷ്ണൻകുട്ടിയാണ് തട്ടിപ്പിന് ഇരയായത്. നോർത്ത് ഫിലാഡൽഫിയയിൽ വെടിവെപ്പ്, 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരം. 2021 മുതൽ ഇന്ത്യയിൽ 5 വയസ്സിന് താഴെയുള്ള 1,70,000 കുട്ടികൾ വായുമലിനീകരണം മൂലം മരിച്ചതായി റിപ്പോർട്ട്. കണ്ടെത്തൽ സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ എയറിൻ്റേത്. ഫ്രാൻസിൽ 12 വയസ്സുള്ള ജൂത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നോക്കാം ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കർണാടകയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരപീഡനം. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി അറസ്റ്റിൽ.
മലപ്പുറം കക്കാട് കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച അപകടം. വാഹനത്തിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശികൾ സഞ്ചരിച്ച കാർ. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.